ഹായ്, ഞാൻ ഗൗതം. വെൽക്കം ടു ക്യാമ്പസ് സെർച്ച്. കാലം മാറുന്നതനുസരിച്ച് കോലം മാറുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതേപോലെയാണ് ഇപ്പോൾ നമ്മുടെ ജീവിത രീതികൾ. നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും മനുഷ്യന് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിജിറ്റൽ വേൾഡിലോട്ട് അപ്ഡേറ്റ് ആകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായി വരുന്നത് സെക്യൂരിറ്റി തന്നെയാണ്. കാരണം നമ്മുടെ ഡേറ്റാസ് ഇലക്ട്രോണിക് ഡേറ്റാസ് ആയി വരുന്ന സമയത്ത് അത് ഹാക്ക് ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ അത് അൺഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ശരിക്കും ഈ കോഴ്സ് കമ്പ്യൂട്ടർ സ്ട്രീമിൻ്റെ അണ്ടറിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ കോഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും പിന്നെ ഈ നെറ്റ്വർക്ക്സിനെയും നമ്മുടെ ഡേറ്റാസിനെയും സൈബർ അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. ഈ കോഴ്സ് എടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ +2 മസ്റ്റായിട്ടും ഒരു സയൻസ് ഗ്രൂപ്പ് തന്നെ പഠിച്ചിരിക്കണം. അത് മാത്രമല്ല 50-60% മുകളിൽ മാർക്ക് നിങ്ങൾക്ക് വേണം. പിന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റികളിലെ സീറ്റ് അവൈലബിലിറ്റിയും പിന്നെ അവിടുത്തെ റൂൾസും അനുസരിച്ച് അഡ്മിഷനിലെ റിക്വയർമെൻറ്റ്സിൽ മാറ്റം വരാം. പിന്നെ ഈ കോഴ്സിൽ സിലബസുകളായിട്ട് വരുന്നത് ഇൻഫർമേഷൻ സിസ്റ്റം, സെക്യൂരിറ്റി സിസ്റ്റം, ഇൻഫർമേഷൻ ടെക്നോളജി, എത്തിക്സ്, ലോ ആൻഡ് പോളിസി, ഡേറ്റ കമ്മ്യൂണിക്കേഷൻസ്, നെറ്റ്വർക്കിംഗ് ആൻഡ് ഡിജിറ്റൽ ഫോറൻസിക് എന്നിവയാണ്. 3 വർഷത്തെ ഡിഗ്രി കോഴ്സായിട്ടാണ് നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി ചെയ്യാൻ പറ്റുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ ഒരു മികച്ച ഭാവിക്ക് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിങ്ങൾക്ക് പ്രൊമോഷനും മറ്റും വേണമെങ്കിൽ നിങ്ങൾ ഈ ഡിഗ്രിക്ക് ശേഷം MAയോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സോ ചെയ്യേണ്ടത് നിർബന്ധമാണ്. സെക്യൂരിറ്റി അനലിസ്റ്റ്, സെക്യൂരിറ്റി എഞ്ചിനീയർ, സെക്യൂരിറ്റി ആർക്കിടെക്ചർ, സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്നിങ്ങനെ നിരവധി ജോലി സാധ്യതകളാണ് ഈ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുന്നത്. ശരിക്കും ഈ ജോലിക്ക് വളരെ വലിയ ജോലി സാധ്യതകളാണുള്ളത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഫുള്ള് ഡിജിറ്റലൈസ്ഡ് ആയിരിക്കും. കാരണം നമ്മൾ അതുമായിട്ട് ഒരുപാട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരത്തിലൊരു കോഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നിങ്ങളുടെ ഒരു മികച്ച ഭാവിക്ക് തന്നെ വഴിയൊരുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ്. അതായത് ഈ ജോബിന് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിന് ഭാവിയിൽ എത്രത്തോളം സാധ്യതകളുണ്ട് എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർ മോർ ഇൻഫർമേഷൻ പ്ലീസ് കോൺടാക്ട് അവർ കസ്റ്റമർ കെയർ.